തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അമ്മയുടെയും കുഞ്ഞിന്റെയും ആശുപത്രി ഇന്നലെ രാത്രി 4 മണിക്കൂറോളം ഇരുട്ടിലായ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടക്കും. വീഴ്ച സംഭവിച്ചത് എങ്ങനെയെന്ന് കണ്ടെത്താൻ ഉന്നത സാങ്കേതിക അന്വേഷണം നടത്താനാണ് ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. സംഭവത്തിൽ ആശുപത്രി അധികൃതരും വൈദ്യുതി ബോർഡും പൊതുമരാമത്ത് വകുപ്പും പരസ്പരം പഴിചാരിയതോടെയാണ് മന്ത്രിയുടെ ഇടപെടൽ. ഏതാണ്ട് 3 മണിക്കൂറിനടുത്താണ് SIT ആശുപത്രിയിൽ രോഗികളും കൂട്ടിരിപ്പുകാരും ഇരുട്ടിലായത്. ആ സാഹചര്യത്തിൽ തന്നെ രോഗികളും കൂട്ടിരിപ്പുകാരും ഈ പ്രശ്നം ഉന്നയിക്കുകയും അത് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്തു. 4 മണിക്കൂറായി ഇപ്പൊ കൊണ്ടുവരൂ. മന്ത്രി ശരിയാക്കാന്ന് പറഞ്ഞു. മന്ത്രി ശരിയാക്കൂ. ശരിയാക്കുന്നു. നമ്മളെ കൊച്ചുങ്ങൾക്ക് വല്ല പറ്റിയത് ആര് സമാധാനം പറയും? ഉടനെ വരുമെന്നാണ് പറയുന്നത്. ഇത് കേട്ടതിന് 4 മണിക്കൂറായി. പാല് കൊടുത്തിട്ട് മക്കൾ അവിടെയാണ് കിടക്കണ. വെട്ടം പോലും ഇല്ല മക്കൾക്ക്. ആദ്യഘട്ടത്തിൽ പ്രതികരണവുമായി എത്തിയത് ഡെപ്യൂട്ടി സൂപ്രണ്ടാണ്. ശേഷം സൂപ്രണ്ടും എത്തി. ഇവർ പറഞ്ഞത് സാങ്കേതികമായ കാരണങ്ങളാണ്. അതായത് SITക്ക് സ്വന്തമായുള്ള ട്രാൻസ്ഫോമർ ചാർജ് ചെയ്യുന്നതിലെ പ്രശ്നമാണ് ഇത്തരത്തിൽ പ്രതിസന്ധിയാക്കിയെന്നാണ് അവർ പറഞ്ഞത്. അപ്പോഴും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഈ പറയുന്ന പ്രതിഷേധക്കാരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത്തരത്തിൽ പ്രതിഷേധം വലിയ രീതിയിൽ തുടർന്നു. അപ്പോഴും ആശുപത്രി അധികൃതർ പറഞ്ഞത് ഇത് സാങ്കേതികമായ കാരണമാണെന്നാണ്. KSEB റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു മെയിൻ്റനൻസ് വർക്കാണ്. ആ മെയിൻ്റനൻസ് വർക്ക് RM യൂണിറ്റിന്റെ മെയിൻ്റനൻസ് വർക്കാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയെ മാതൃഭൂമി ന്യൂസ് വിളിച്ചത്. ആ ഘട്ടത്തിൽ ചോദ്യങ്ങൾ കൃത്യമായി മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിച്ചത്, അത് സപ്ലൈ നൽകാൻ കഴിഞ്ഞു എന്ന് മാത്രമാണ് സൂചിപ്പിച്ചത്. ഇന്റേണലായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. PWDയിലെ ജനറേറ്റർ ആയിട്ടുള്ള ഇന്റേണലായിട്ടുള്ള ചെറിയ പ്രശ്നമുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്ത് സപ്ലൈ ആയിട്ടുണ്ട്. SIT ആശുപത്രിയിലേക്ക് ആരോഗ്യമന്ത്രി എത്തി. നേരിട്ടെത്തിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള കാര്യമാണല്ലോ. സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് സമഗ്രമായി തന്നെ അന്വേഷിക്കും. വകുപ്പിലെ ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫീസിനെയൊക്കെ കൃത്യസമയത്ത് അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കും. വകുപ്പുകൾ തമ്മിൽ, അത് വൈദ്യുതി വകുപ്പാകട്ടെ ആരോഗ്യവകുപ്പാകട്ടെ പൊതുമരാമത്ത് വകുപ്പാകട്ടെ തമ്മിൽ പഴിചാരുകയാണ് ഈ പ്രശ്നത്തിൽ. എന്തായാലും അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമാകും ഏറ്റവും പ്രധാനപ്പെട്ട ധാരണയുണ്ടാകുക. ആരുടെ ഭാഗത്തുള്ള വീഴ്ചയാണ് ധാരണ ഉണ്ടാകുക. എന്തായാലും ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി മന്ത്രി നേരിട്ടെത്തിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. രതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.